ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കനൊക്കെ ഫില്ലിങ്ങായി വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ബണ്ണിൻ്റേതാണ്. അപ്പോൾ ഓയിലൊന്നും ഫ്രൈ ചെയ്യാണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്സായത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ബണ്ണിനായിട്ടുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബോൾ എടുത്തിന്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു ടീസ്പൂണ് ഈസ്റ്റാണ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ. അതേത് റിഫൈൻഡ് ഓയിലായാലും കുഴപ്പമില്ല, പക്ഷേങ്കിൽ വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു 2.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്കിപ്പോൾ മൈദക്ക് ബദൽ ഗോതമ്പ് പൊടി എടുക്കുക. പക്ഷേങ്കിൽ മുഴുവനും ഗോതമ്പ് പൊടി എടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യില്ല, പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മുഴുവനും മൈദപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മുട്ടയുടെ ഒക്കെ മിക്സിയിൽ നല്ലോണം ഒന്ന് മൈദപ്പൊടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ ഇവിടെ ഇളം ചൂടുള്ള പാലെടുത്തിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന് കുഴക്കുമ്പോൾ പാലിനെ കൊണ്ട് കുഴക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ ബണ്ണിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കലാന്ന്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കൂല, അതുപോലെ നല്ലോണം അത്ര ലൂസിലൊന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് വെള്ളമായിട്ട് ലൂസായി പോറ്. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുറച്ച് ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ ലാസ്റ്റത്തെ നമ്മൾ നല്ലോണം ഒന്ന് കുഴച്ചെടുത്താലില്ലേ മാവ് നല്ല സോഫ്റ്റായി ചെയ്യും, നല്ല എനിക്ക് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഞാൻ നല്ല അടിപൊളി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടയി കൊടുത്തിട്ട് നമ്മുടെ മാവ് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനിയിപ്പോൾ നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഉള്ളി എടുത്തിന്. അപ്പോൾ നമ്മൾ ചില്ലിക്കൊക്കെ കട്ട് ചെയ്യില്ലേ, അതുപോലെയാണ് കട്ട് ചെയ്തിനത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഉള്ളി അങ്ങനെ വല്ലാണ്ട് വാടുകയൊന്നും ചെയ്യണ്ട. ഇനിയിപ്പോൾ ഇതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കോ, കാബേജ് നല്ല ചെറുങ്ങനെ കട്ട് ചെയ്തിന് അതുകൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഒക്കെ നല്ലോണം ഒന്ന് ചൂടായാൽ മതി, അങ്ങനെ വാടി വരുമൊന്നും ചെയ്യണ്ട. പിന്നെ ഇതിലേക്ക് ചില്ലി സോസ്, പിന്നെ സോയാ സോസും കൂടി ഇട്ട് കൊടുത്തിന്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മയോണൈസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ മയോണൈസും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ഈ ബണ്ണാക്കുമ്പോൾ ഈ ഫില്ലിംഗ് തന്നെ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ 3 മണിക്കൂറെല്ലാം കഴിഞ്ഞ് നമ്മുടെ മാവിട നല്ല അടിപൊളിയായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നുകൂടി കുഴച്ചിട്ടെടുക്കാം. ഇനി ഇതില്ലേ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഞാനിക്ക് ഈ 2 കപ്പിനെ കൊണ്ട് ഒരു 10 ബോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല വലുപ്പത്തിലെടുക്കണ്ട, ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുത്താൽ മതിയാവും. നമ്മൾ പൂരിക്കെല്ലാം എടുക്കുന്നില്ലേ, അതിലും കുറച്ചുകൂടി വലുപ്പത്തിലെടുത്താൽ മതി കേട്ടോ. ചപ്പാത്തിൻ്റെ അത്ര വലുപ്പം വേണ്ട. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് നമുക്കൊന്ന് പൂരിൻ്റെ വലുപ്പത്തിലൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ പൂരിയേക്കാളെയും കുറച്ചും കൂടി തടി ഉണ്ടാവും കേട്ടോ അത്ര പരത്തിയെടുത്താൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കലാന്ന്. അത്യാവശ്യം നല്ലോണം തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടിയിട്ടെടുക്കലാന്ന്. വീഡിയോയിൽ കാണുന്ന പോലെ വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ആയി കിട്ടും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ആ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. കാരണം ഈസ്റ്റിലിട്ട് കുഴച്ചുകൊണ്ട് തന്നെ നല്ലോണം ഒട്ടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഈസ്റ്റ് ഇങ്ങനെ ആക്കി വെച്ചാൽ പിന്നെയും ഇതൊന്ന് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഒട്ടിച്ചത് മര്യാദക്കായിട്ടില്ലെങ്കിൽ അതിങ്ങനെ ഇളകിയിട്ട് വരും. അതുകൊണ്ട് ആ ഭാഗം നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് പണി പോലെ തോന്നുന്നതാണ്, എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ മുഴുവനും ഞാനിതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ
ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം നല്ലോണം ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മളാക്കി വെച്ച ബന്ന് തമ്മിൽ മുട്ടാണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓരോ ബന്നും അപ്പുറം ഇപ്പുറം മുട്ടാണ്ട് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിന്, അത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കലാന്ന്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടുന്നത് വെളുത്ത എള്ളാന്ന്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. എല്ലാം കൂടി കുക്കായി വന്നിട്ടാകുമ്പോൾ നല്ലൊരു മൊഞ്ചുണ്ടാവും, അത്ര തന്നെ. അപ്പോൾ 5 മിനിറ്റെല്ലാം കഴിഞ്ഞ് നമ്മുടെ അടിഭാഗം നല്ലേക്ക് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ടൊരു 5 മിനിറ്റ് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബന്നിട റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും കുക്കായിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നുകൂടി തിരിച്ചിട്ടും മറിച്ചിട്ടെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെന്ത് ബേക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഇനിയിപ്പോൾ ഇത് മറിച്ചിട്ടതിന് ശേഷം പിന്നെ ഒരു 2-3 മിനിറ്റ് നമുക്ക് പാനിന് അപ്പുറം ഇപ്പുറം ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം കുക്കാനായിട്ട് ഉണ്ടെങ്കിലൊന്ന് കുക്കായിക്കോട്ടെ ജില്ലയാന്ന്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, നല്ല അടിപൊളിയിൽ തന്നെ ബേക്കായി വന്നിന്. പിന്നെ നമ്മളൊരു സമാധാനത്തിന് അങ്ങനെ കുറച്ച് മിനിറ്റ് നമ്മൾ പാനിൻ്റെ മേലെ തന്നെ വെച്ചിന്, ഒരു 2-3 മിനിറ്റ്. അപ്പോൾ നമ്മുടെ ബന്നിട റെഡിയായി. ഞാനിപ്പോൾ ഇനി ഇതിപ്പോൾ മൊത്തത്തിൽ പാനിൽ നിന്ന് മാറ്റിട്ട് എന്നിട്ട് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കലാന്ന്. ഇനിയിപ്പോൾ ചൂടോടെ തന്നെ ഇല്ലേ, നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുത്താലും മതി. അപ്പോൾ ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് അതുകൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബന്നിട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓയിലൊന്നും ഫ്രൈ ചെയ്യാണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബണ്ണിൻ്റെ റെസിപ്പിയായത്. അപ്പോൾ ഓവണൊന്നും ഇല്ലെങ്കിലും അതേപോലെ തന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കാണാനും നല്ല മൊഞ്ചാന്ന്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയുകയും കൂടി ചെയ്യുക. അപ്പോഴേ വേറെ ആൾക്കാർക്ക് അത് ഉണ്ടാക്കാനൊരു താല്പര്യം ഉണ്ടാവും നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.